ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ ഒരു ഫ്രൂട്ട് ഉപയോഗിച്ചിട്ട് ഒരു കിടിലൻ ഐറ്റം ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് തൊലി കളഞ്ഞെടുക്കാം. ഇത് ബ്രെഡ് ഫ്രൂട്ട് എന്നും കടച്ചക്ക, ശീമച്ചക്ക എന്നും അറിയപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ്. ഇത് ചിലരുടെയൊക്കെ വീട്ടിൽ ധാരാളം കായ്ച്ച് നിൽപ്പുണ്ടായിരിക്കും. ഇത് ഞാൻ കാർഷിക കോളേജിൽ നിന്ന് വാങ്ങിയതാണ്. ഈ ഒരു ശീമച്ചക്ക എപ്പോൾ കിട്ടിയാലും ഞാൻ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് ഞാനിപ്പോൾ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുഞ്ഞായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ മരിച്ചിനിയൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കുഞ്ഞു പീസായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതിൽ ചെറിയൊരു കേടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ കേടെല്ലാം കളഞ്ഞിട്ട് നമുക്ക് കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഈ നടുക്ക് കാണുന്ന ഈ ഒരു പോർഷൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. അതെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമായിട്ടുള്ളത് തേങ്ങാപ്പാലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു തേങ്ങയുടെ പകുതി പോർഷൻ ചിരകി എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി നമുക്കിതിലൊന്ന് ഒന്നാം പാൽ എടുക്കാനായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതിലൊന്ന് തന്നെ രണ്ടാം പാലും എടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് അരിച്ചെടുക്കുമ്പോൾ ഇതുപോലെ രണ്ടാം പാൽ റെഡിയായി കിട്ടും. ഇനി നമുക്ക് ഈ രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിത് ഇൻഡക്ഷൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഒരു മീഡിയം ഹീറ്റിൽ വേവിച്ചെടുത്താൽ മതി. ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ആ സമയം നമുക്ക് ഒരു ശർക്കര ചെത്തിയെടുക്കാം. മണ്ണൊന്നും ഇല്ലാതെ നന്നായിട്ട് ചെത്തിയെടുക്കണം. മധുരത്തിന് ആവശ്യത്തിന് കൂടുതലോ കുറച്ചോ എടുക്കാം. ഞാൻ ഒരു മീഡിയം മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു അളവിൽ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ രണ്ടാം പാൽ ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഒന്നാം പാൽ ഒഴിക്കട്ടെ എന്ന് കേട്ട് ഒരാൾ വെയിറ്റിംഗ് ആണ്. അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ ഒഴിക്കേണ്ടി വരുന്നത്. ഇത് കുറച്ചും കൂടെ വറ്റിയിട്ട് ഒന്നാം പാൽ ഒഴിച്ചാൽ മതിയാകും. ഇതിപ്പോൾ ഇനിയും വറ്റാനുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ ഇവിടെ ഒന്നാം പാൽ ഒഴിക്കുകയാണ്. എന്നാലും കുഴപ്പമില്ല, അത് പിന്നീട് വറ്റി വന്നോളും. അപ്പോൾ ഇപ്പോൾ ഒന്നാം പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ നേരം അടച്ചു വെച്ച് വേവിച്ച് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെത്തി വെച്ചിട്ടുള്ള ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര ചെത്തി എടുക്കുമ്പോൾ മണ്ണൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. ഇപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ടൊന്ന് കുറുകി നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മധുരമുള്ള ഒരു ഐറ്റമാണ്. എൻ്റെ ഫേവറേറ്റ് സ്നാക്കാണിത്. ഇത് നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അല്ലാതെയും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എനിക്ക് പക്ഷേ ഇത് എത്ര കഴിച്ചാലും മതിയാവില്ല. ഇത് തീരെ അങ്ങ് വറ്റിച്ചെടുക്കാൻ പാടില്ല. ഇതുപോലെ കുറച്ച് ഗ്രേവി ആയിട്ട് വേണം നിൽക്കാൻ. അപ്പോൾ ഒരു പീസും എടുക്കണം. കുറച്ച് ഗ്രേവി എടുത്തിട്ട് ഇതുപോലെ കഴിച്ചാൽ ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ്. ചേനപ്പായസമൊക്കെ കഴിച്ചിട്ടുണ്ടോ? ചേനപ്പായസത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഇതിന് വരുന്നുണ്ട്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഫേവറേറ്റ് ഐറ്റമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.